വചനമൊഴി നവംബർ 19. വചനഭാഗം 1 കോരിന്തോസ് 4:1-5, ലൂക്കായുടെ സുവിശേഷം 16:1-13. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് അവിശ്വസ്തനായ കാര്യസ്ഥന്റെ ഉപമയാണ്. ഒരു യജമാനൻ തൻ്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിന് ഒരു കാര്യസ്ഥനെ ഏൽപ്പിക്കുന്നു. കാര്യസ്ഥൻ യജമാനന്റെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് പരാതികൾ ഉണ്ടാകുന്നു. യജമാനൻ അയാളെ വിളിച്ച് കണക്ക് കേൾപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നു. അയാൾ അധാർമികമായി കൈക്കലാക്കിയ സമ്പത്ത് വേണ്ടെന്ന് വെച്ച് തൻ്റെ കടക്കാരെ വിളിച്ച് കടം ഇളച്ചുകൊടുത്ത് അവരെ സ്നേഹിതരാക്കുന്നു. കൗശലപൂർവ്വം പ്രവർത്തിച്ച കാര്യസ്ഥനെ യജമാനൻ പ്രശംസിക്കുന്നു. തുടർന്ന് തിരുവചനം പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് സുഹൃത്തുക്കളെ നേടുവിൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ് അധാർമിക സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ ഈ ഉപമയുടെ പശ്ചാത്തലത്തിൽ കാര്യസ്ഥൻ അധാർമികമായി നേടിയ സമ്പത്ത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് കടക്കാരെ സ്നേഹിതരാക്കുന്ന കാര്യമാണ് പറയുന്നത്. അധാർമികമായി നേടുന്ന സമ്പത്ത് വേണ്ടെന്ന് വെക്കുന്നതാണ് അധാർമിക സമ്പത്ത് കൊണ്ട് സുഹൃത്തുക്കളെ നേടുവിനെന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. രണ്ടാമത് ഇതിൽ നിന്നും അർത്ഥമാക്കുന്ന മറ്റൊരു കാര്യം, ഈ ലോകത്തിന്റെ സമ്പത്ത് കൊണ്ട് സുഹൃത്തുക്കളെ നേടുവാനാണ്. യഥാർത്ഥ സമ്പത്ത് സ്വർഗരാജ്യത്തിലെ നിക്ഷേപമാണ്. ഭൗമിക സമ്പത്തുകളെ ആണ് ഇവിടെ അധാർമിക സമ്പത്ത് കൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിന്റെ സമ്പത്ത് പങ്കുവെച്ചുകൊണ്ട് യഥാർത്ഥ സമ്പത്ത് നേടുവാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ ഉപമയിലൂടെ നൽകുന്നത്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വസ്തുക്കളുടെ കാര്യസ്ഥന്മാരാണ്. ഈ ഭൂമിയിൽ കേവലം കാര്യസ്ഥന്മാരായി മാറിയിരിക്കുന്ന നമ്മൾ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ജീവിത കടമകളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച് സ്വർഗരാജ്യം നേടുക എന്നതാണ് ജീവിത ലക്ഷ്യം. പൗലോസ്ലീഹ കോരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇന്ന് പ്രബോധിപ്പിക്കുന്നതും നാം കാര്യസ്ഥന്മാരാണ് എന്നതാണ്. ആത്മീയ സമ്പത്തിൻ്റെതാണെങ്കിലും ഭൗതിക സമ്പത്തിൻ്റെതാണെങ്കിലും കാര്യസ്ഥന്മാർ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്ത് ദൈവോന്മുഖമായി ജീവിക്കണമെന്ന് പൗലോസ്ലീഹായും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഭൗമിക സമ്പത്ത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്ത് വിശുദ്ധിയിൽ വളരുവാൻ കൃപ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.